നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് തിങ്കിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അതിൻ്റെ ബാക്കിയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ വി വിൽ മൂവ് ഓൺ ടു ദ ക്ലാസ്. നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ എന്താണ് പ്രോബ്ലം സോൾവിംഗ് എന്നും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. നൗ വി ആർ ആക്ച്വലി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രോബ്ലം സോൾവിങ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രോബ്ലം സോൾവിങ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രോബ്ലം സോൾവിങ് പറഞ്ഞിരുന്നു. ട്രയൽ ആൻഡ് ഇനി അതിൻ്റെ സ്ട്രാറ്റജീസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിലൊന്ന് ട്രയൽ ആൻഡ് എറർ ആണ്. രണ്ടാമത്തത് ഇൻഫോർമേഷണൽ റിട്രീവൽ ആണ്. തേർഡ് വൺ ഈസ് അൽഗോരിതംസ് ആൻഡ് ഫോർത്ത് ഈസ് ഹ്യൂറിസ്റ്റിക്സ്. ദീസ് ആർ ദ 4 സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. എനിക്ക് തോന്നുന്നു അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. സോ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ഒന്നുകൂടി അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. സക്സസീവ് എലിമിനേഷൻ ഓഫ് കറക്റ്റ് സൊല്യൂഷൻസ് until the correct one is arrived at. പുതിയതൊരു കാര്യം കിട്ടുന്നത് വരെ തെറ്റായ കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രയൽ ആൻഡ് എറർ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസൈറ്റ് ഈസ് ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് സഡൻ ഡിസ്കവറിയാണ്. ഒരു കറക്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് സഡൻ റിക്കവറിയാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ പ്രോബ്ലം സോൾവിങ്. ദാറ്റ് ഈസ് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിൽ നമ്മൾ പറഞ്ഞത് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം എവരിബഡി ഇൻ ദിസ് വേൾഡ് ഈസ് ഫേസ്ഡ് വിത്ത് സം പ്രോബ്ലം ഓർ അതർ ആൻഡ് ദർ ആർ ദ നീഡ്സ് ആൻഡ് മോട്ടീവ്സ് ദാറ്റ് ആർ ടു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലം സോൾവിങ് എന്നതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വുഡ്സ്വർത്തിൻ്റെയും ഒരു സ്കിന്നറിൻ്റെയൊക്കെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ സംസാരിച്ചതാണ്. ആൻഡ് there are some scientific method of problem solving. That is first one, what is a scientific procedure which is followed in a problem solving behavior. അത് നമുക്കത് ഒന്ന് പ്രോബ്ലത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. The first step is a problem solving behavior is an individual concern. His awareness of the difficulty. എന്താണ് ആ പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. That is very one thing. And അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് he must be confronted with some obstacle. He must be confronted with some obstacle or interference in the path of the realization of his needs or motives. And he must be conscious of the felt difficulty or problem. എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ്. പ്രോബ്ലത്തിനെ കുറിച്ച് അവെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രോബ്ലത്തിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതും കൂടി അതിനുള്ളിലുണ്ട്. ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫെൽറ്റ് ബൈ എൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി പ്രോപ്പർലി ഐഡന്റിഫൈഡ് ബൈ എ കെയർഫുൾ അനാലിസിസ്. ആ പ്രോബ്ലത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസ് അവിടെ ഉണ്ടാവണം. ആൻഡ് ഹി ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഇൻ ഹിസ് പ്രോബ്ലം. അല്ലേ, ഒരു പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രശ്നത്തെ കൃത്യമായിട്ട് കുലങ്കഷമായി ഓരോ പോയിന്റ് എടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദ പ്രോബ്ലം ദെൻ ഷുഡ് ബി പിൻ പോയിന്റഡ് ഇൻ ടേംസ് ഓഫ് ദ സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം എല്ലാ ഒബ്സ്റ്റക്കിൾസും, നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസും must be properly named and identified, and what is to be got through the problem solving efforts and should then be properly analyzed. അത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടും രണ്ടാമത്തെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. ആൻഡ് തേർഡ് one, collection of the relevant information. That is, once problem is understood, we should the individual is required to collect all the relevant information regarding the problem.
and through the it is through the possible sources, and he may consult experienced person. For this he may consult experienced person, read the available literature, revive his old experiences. എങ്ങനെ വേണമെങ്കിലും നമുക്ക് think of possible solution and put all these efforts for the widening and the scope of this knowledge concerning the problem in hand. എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, and that is very important thing. And next is uh, um, collection of the relevant information കഴിഞ്ഞു കഴിഞ്ഞാൽ the formulation of hypothesis uh, or hunch for possible solution. And the light of the collected information and nature of his problem, you may then engage in some serious cognitive activities to think of the various possibilities for the solution of one's problem. അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് വരുന്നത്. ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ ആണ് നമ്മൾ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഈസ് സെലക്ഷൻ ഓഫ് എ പ്രോപ്പർ സൊല്യൂഷൻ. ഒരു തരത്തിലുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് സെലക്ഷൻ ഓഫ് പ്രോപ്പർ സൊല്യൂഷൻ. ആൻഡ് ഫോർ ദിസ് one should determine the conclusion that completely satisfy the demands of the problem. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയും. നെക്സ്റ്റ് ഈസ് വെരിഫിക്കേഷൻ ഓഫ് ദ കൺക്ലൂഡഡ് സൊല്യൂഷൻ ഓർ ഹൈപ്പോത്തിസിസ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത്രയാണ് ഒരു ഇൻഫോർമേഷൻ റിട്രീവൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഇറ്റ് റിക്വയർസ് നോട്ട് ഓൺലി ദ റിക്കവറി ഓഫ് ഇൻഫോർമേഷൻ, ലോങ് ടേം മെമ്മറി. നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന ഇൻഫോർമേഷനാണ് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജീസ്, ട്രയൽ ആൻഡ് എറർ, ഇൻഫോർമേഷൻ റിട്രീവൽ. നെക്സ്റ്റ് ഈസ് അൽഗോരിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഈ അൽഗോരിതത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് റൂൾ ദാറ്റ് ഒരു നിയമമാണ്. ഇഫ് ഇറ്റ് അപ്ലൈഡ് അപ്രോപ്രിയേറ്റ്ലി, കൃത്യമായിട്ട് അതിനെ കൃത്യമായിട്ട് രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗ്യാരണ്ടീസ് ടു എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്തായാലും കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനൊരു ലോജിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാവും, ആ ലോജിക്കൽ സീക്വൻസ് ഉണ്ടാവും. ആ ലോജിക്കൽ സീക്വൻസിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം കൃത്യമായിട്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് പോകാനും സാധിക്കും എന്നുള്ളതാണ് അൽഗോരിതം എന്ന് പറയുന്നതിന്. പ്രധാനമായിട്ടും സയന്റിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ എന്ത് ഹെഡിൽസ് നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടാലും ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ പറയുന്ന വേറൊരു സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓർ റൂൾ ഓഫ് തം യൂസ്ഡ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഓർ മേക്കിംഗ് ഡിസിഷൻ. പെട്ടെന്ന് ഒരു കാര്യം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ, ഒരു വലിയ പ്രശ്നത്തെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും പലതരത്തിലുള്ള എളുപ്പവഴികൾ നമ്മൾ കണ്ടെത്താറുണ്ട്. ആൻഡ് ദാറ്റ് മേ ബി കോൾഡ് ഹ്യൂറിസ്റ്റിക്സ്. ഈ ഹ്യൂറിസ്റ്റിക്സിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലാർജ് ഗോളാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫോം ദ സബ് ഗോൾസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലാർജ് ഗോൾ. ആ ലാർജ് ഗോളിന്റെ സബ് ഗോൾസ് നമ്മൾ ഫോം ചെയ്യും. ഇനി അതിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെർച്ചിങ് ഫോർ അനലോജീസ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ സെർച്ച് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഈ പ്രോബ്ലത്തിന്റെ റെപ്രസെന്റേഷൻ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ പെട്ടെന്ന് നമുക്ക് ഇറ്റ് ഈസ് എ കൊഗ്നിറ്റീവ് ഷോർട്ട് കട്ട്. നമ്മുടെ ചിന്തയിൽ ഉണ്ടാവുന്ന ഷോർട്ട് കട്ട്സ് ആണ് ഒരു സോൾവിങ് എ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയാം. ഒബ്സ്റ്റക്കിൾസ് പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഉണ്ട്. അതിലൊന്ന് മോട്ടിവേഷൻ, ഇമോഷൻ. മോട്ടിവേഷൻ സ്വാഭാവികമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ അയാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് അഫക്റ്റ് എന്താണ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്. രണ്ടാമത്തെ ഒരു കാര്യം ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. പലതരത്തിലും ഹൈ ഇമോഷണൽ അറൗസൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇമോഷണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോബ്ലത്തെ നമുക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ ഇമോഷൻസ് ഒരു ഹൈ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ അറൗസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഈ പറയുന്ന എന്താ പറയുക പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മെന്റൽ സെറ്റ് ആണ്. മെന്റൽ സെറ്റ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചു പഴയ എക്സ്പീരിയൻസസ് വെച്ച് നമ്മൾ ഒരു കാര്യത്തെ കാണുന്നു. പുതിയൊരു എക്സ്പീരിയൻസസ്, പുതിയൊരു കാര്യം നമുക്ക് അവിടെ പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. പഴയ മെന്റൽ സെറ്റ് വെച്ച് തന്നെ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ കോസ് സം ഡിഫിക്കൽട്ടി. അടുത്തൊരു കാര്യം, ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ അഫക്ട് ദ പ്രോബ്ലം സോൾവിങ് പ്രോസസ്. ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിഫക്റ്റ് ഇൻ ദ പ്രോബ്ലം സോൾവിങ്. അത് അടുത്തൊരു ഒരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം കൂടി, കൺഫർമേഷൻ ബയാസ് ഉണ്ട്. അതായത് നമുക്കറിയാം അതായത് നമ്മുടെ ബിലീഫ്, കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസം, ഇത് ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ പുതിയൊരു കാര്യം ഒരാൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഇഗ്നോർ ദാറ്റ് തിങ്. ആ ഒരു കോൺട്രഡിക്ടറി എവിഡൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയും നമ്മളതിനെ. ആ കൺഫർമേഷൻ ബയാസ് വരുമ്പോൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒബ്സ്റ്റക്കിൾസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫങ്ഷണൽ ഫിക്സഡ്നെസ്, മോട്ടിവേഷൻ, കൺഫർമേഷൻ ബയാസ്, ഇമോഷൻ, മെന്റൽ സെറ്റ്. ഇനി അടുത്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒബ്സ്റ്റക്കിൾസ് പറയുന്നത്, ഈ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സിന്റെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആയിരുന്നുള്ള അമോസ് വെസ്കി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹമാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഡാനിയൽ കെനിമാൻ എന്ന് പറയുന്ന ഒരാൾ 1974 1993 ഈ പറയുന്ന അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സും, അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ, നമ്മുടെ മെന്റൽ ഷോർട്ട് കട്ടിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുള്ളതാണ്. അതായത് റെലവൻറ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ്. അതായത് നമുക്ക് ഓവർ കോൺഫിഡൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ദാറ്റ് സംടൈംസ് ലീഡ്സ് ടു wrong decisions and ineffective problem solving. അതായത് ഓവർ കോൺഫിഡൻസ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അയാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പ്രോബ്ലം സോൾവിങ്ങിനെ അത് ദോഷകരമായിട്ട് ബാധിക്കാം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ പറയാറ് ആ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് എറർ ഈസ് വെരി ഹൈ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നതാണ്. ഓവർ കോൺഫിഡൻസ് അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. നെക്സ്റ്റ് നമുക്ക് പറയാൻ കഴിയുന്നത് there are some stages of problem solving. First is preparation stage, second is production stage, third one evaluation stage. Preparation stage നമ്മൾ പറയുന്നത് നമുക്കറിയാം, there are at least 3 separate components to successful preparation. ഒന്ന്, നമുക്ക് കിട്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞ സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിംഗിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഫാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും
സെപ്പറേറ്റിംഗ് ദ റെലവൻറ്റ് ഫാക്ട്സ് ഫ്രം ഇറെലവൻറ്റ് ഫാക്ട്സ്, ഡിഫൈനിങ് ദ അൾട്ടിമേറ്റ് ഗോൾ, എന്താണ് ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് ഒരു പ്ലാനിങ് ഫേസ് ആണ് പ്രിപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ്ങിനെ പ്ലാനിങ് ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഫേസ്. ഇൻ ദിസ് ഫേസ് പ്രോബ്ലം സോൾവർ പ്രൊഡ്യൂസസ് പോസിബിൾ സൊല്യൂഷൻ. എന്താണ് ഈ പ്രോബ്ലം, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, അതിനെയാണ് നമ്മൾ പറയുക ഹൈപ്പോത്തിസിസ്, ടെൻഡേറ്റീവ് അസംപ്ഷൻസ് എന്ന് പറയും. There are at least two major approaches to generating hypothesis. രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് അൽഗോരിതവും ഹ്യൂറിസ്റ്റിക്സും. അത് അൽഗോരിതവും ഹ്യൂറിസ്റ്റിക്സും ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു. A set of steps that if it is followed correctly it will produce the solution. അതായത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, സീരീസ് ഓഫ് ടെക്നിക്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that will produce a solution. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ റൂൾ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് എത്താണ്. അത് ഡസ് നോട്ട് ഗ്യാരണ്ടി സം ദ പ്രോപ്പർ സൊല്യൂഷൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് ഒരു രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് വരുന്നത്. ആൻഡ് ഇവാലുവേഷൻ, once these hypotheses are generated they must be evaluated to see they meet the criteria defined in first. If one or more the hypothesis meet the criteria, the problem is solved. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് അസംഷൻ ആണ്. ആ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ പരീക്ഷിച്ച് അറിയുന്നു എന്നുള്ളതാണ്. ആ പരീക്ഷണം പൂർണ്ണമായിട്ട് ഒരു 80% ശരിയാവണമെന്നുണ്ടെങ്കിൽ ദ പ്രോബ്ലം ഈസ് സോൾവ് എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും ശരിയല്ല, പൂർണ്ണമായിട്ടും ഭൂരിഭാഗവും ഒരു 80% സോൾവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദ പ്രോബ്ലം വിൽ ബി സോൾവ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഇനി ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കും. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ്